എസ്തേറിന്റെ പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയ കഴിഞ്ഞ ദിവസം. എസ്തേർ അശ്ശൂർ രാജാവിന്റെ രാജ്ഞിയായി എസ്തേറിന്റെ രാജസന്നിധി, എസ്തേറിന്റെ രാജകൊട്ടാരത്തിൽ എസ്തേർ വാഴുന്നു, താമസിക്കുന്നു. ആ സമയത്ത് അശ്ശൂർ രാജാവിന്റെ രണ്ടാമൻ എന്ന നിലയിൽ ഉള്ള ഹാമാൻ ഈ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടി രാജാവിന്റെ സമ്മതത്തോടെ ഒരു തീർപ്പ് കൽപ്പിച്ച് ശൂഷൻ രാജധാനിയിലും ശൂഷൻ പട്ടണത്തിലും എല്ലാവരും പ്രസിദ്ധപ്പെടുത്തിയുണ്ടായി. അതിന്റെ കാരണം മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ ഹാമാനെ നമസ്കരിക്കുന്നില്ല. ഇതാണ് അതിന്റെ കാരണം. ആ തീർപ്പ് ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പതിച്ചു. എല്ലാവരും അത് മനസ്സിലാക്കി. ഉടനെ മൊർദെഖായി തന്റെ വളർത്തു മകളും ഇപ്പോൾ അശ്ശൂർ രാജാവിന്റെ രാജ്ഞിയുമായിരിക്കുന്ന എസ്തേറിനോട് പറഞ്ഞു വരുന്നൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവിടെ ഇങ്ങനെ പറയുന്നു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് യഹൂദന്മാർക്ക് വേറെ രക്ഷ ഉണ്ടാവും, എന്നാൽ നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തേക്കല്ലോ നീ രാജസന്നിധിയിൽ വന്നിരിക്കുന്നത്, രാജപദവിയിൽ വന്നിരിക്കുന്ന ആർക്കറിയാം എന്നാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. അപ്പൊ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. നമുക്കറിയാം, ഏകദേശം 500 വർഷത്തിനപ്പുറം മാർട്ടിൻ ലൂതർ എന്ന ഒരു മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ അയച്ചു. മാർട്ടിൻ ലൂതർ ദൈവവചനം പരിശോധിച്ച് പഠിച്ച് മാർട്ടിൻ ലൂതറിന് ഒരു വെളിപ്പാട് എന്ന നിലയിൽ ഒരു കാര്യം മനസ്സിലായി. അതായത് നീതീകരണം എന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തികളാലല്ല. നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ് എന്നുള്ള വെളിപ്പാട് ദൈവം മാർട്ടിൻ ലൂതർ കൊടുത്തു. അതിനുശേഷം ഈ സംഭവിച്ച നവീകരണങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിൽ അയച്ചിട്ട് ഏകദേശം 2000 വർഷങ്ങളായി. യേശുക്രിസ്തുവിനെ എന്നാണ് ഈ ഭൂമിയിൽ അയക്കേണ്ടിയിരുന്നത് എന്ന് തീരുമാനിച്ചത് പിതാവായ ദൈവമാണ്. നമ്മളിങ്ങനെ ദൈവത്തിൽ വായിക്കുന്നല്ലോ, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് ജനിച്ചവനായിട്ട് ഭൂമിയിൽ അയച്ചു, ലോകത്തിൽ അയച്ചു നമ്മൾ വായിക്കുന്നുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന 2000 വർഷത്തിനപ്പുറം ഉള്ളതിനേക്കാൾ അധികം പാപം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മുന്നോട്ടുള്ള കാര്യത്തിലും വായിക്കുന്നുണ്ട്. വളരെ പാപം കൊടികുത്തി വാണ്ടിരുന്ന ലോകത്തിന്റെയും നോഹയുടെയും കാലമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അന്നൊന്നും യേശുവിനെ ദൈവം ഈ ഭൂമിയിൽ അയച്ചില്ല. യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചിട്ട് ഏകദേശം 2000 വർഷങ്ങളെ ആയുള്ളൂ. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഓരോ ആളുകളെയും ദൈവത്തിന്റെ സമയത്താണ് ദൈവം ഈ ഭൂമിയിൽ അയക്കുന്നത്. നമ്മളെയും ദൈവം ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ അയച്ചതിന് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് കുറെ കൂടെ മുമ്പേ വേണമെങ്കിൽ കുറെ കാലമുണ്ടെങ്കിൽ കുറെ കാലത്തിന് ശേഷവും ദൈവത്തിന് നമ്മളെ അയക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിലാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ കാലത്ത് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. ഈ 4-ാമത്തെ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഈ എസ്തേറിന് മൊർദെഖായി ഒരു റിക്വസ്റ്റ് കൊടുത്തു വിടുന്നുണ്ട്. അത് നീ ഈ കാലത്ത് മിണ്ടാതിരുന്നാൽ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും, ഇങ്ങനെയുള്ള കാലത്തേക്കല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞു വിട്ടു. അതിന് മറുപടിയായി എസ്തേർ മൊർദെഖായിയോട് പറഞ്ഞു വിടുന്ന ഒരു മറുപടി മുതലാണ് നമ്മൾ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത്. ആ മൊർദെഖായിയോട് എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എല്ലാ യഹൂദന്മാരെയും കൂട്ടിവരുത്തണം. ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും കൂട്ടിവരുത്തി ഒരു ഉപവാസം നടത്തണം. 3 ദിവസം രാവും പകലും യാതൊരു ഭക്ഷണവും കഴിക്കാതെ എല്ലാ യഹൂദന്മാരും ഉപവാസം നടത്തണം. അത് എസ്തേറിന് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഉപവസിക്കണം എന്നാണ് എസ്തേർ പറയുന്നത്.
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എസ്തേർ പറഞ്ഞപ്പോൾ നീ എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടണം, എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടണം. ഈ എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ അബ്രഹാമിന്റെ സന്തതിയാണ്, അല്ല അബ്രഹാമിന്റെ മക്കളാണ് എന്നതുകൊണ്ട് എല്ലാവരും അബ്രഹാമിന്റെ സന്തതിയായിട്ട് വരുന്നില്ല. നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലരെന്നും അബ്രഹാമിന്റെ മക്കളാകിയാൽ സന്തതി എന്നും വരുന്നില്ല. അപ്പോ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലരല്ല, അബ്രഹാമിന്റെ മക്കളാണ്, അതുകൊണ്ട് ആ സന്തതി എന്നും വരുന്നില്ല എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എന്താ ഒരു യഹൂദൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു ക്രിസ്തു നദനയേൽ എന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. അപ്പൊ മറ്റുള്ള ഇസ്രായേലരെക്കാൾ വ്യത്യസ്തനായ ഒരു മനുഷ്യനായ നദനയേലിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എല്ലാ യഹൂദന്മാരെയും കൂട്ടിവരുത്തണം എന്ന് പറയുമ്പോൾ യഹൂദ ജാതിയിൽപ്പെട്ട എല്ലാവരെയും കൂട്ടിവരുത്തണം എന്നുള്ളത് ഒരു വസ്തുതയായിരിക്കെ തന്നെ, ഈ കാലത്തെ പോലെ തന്നെ ആ കാലത്തും ഇപ്പോൾ അബ്രഹാമിന്റെ മക്കളായിരുന്ന ഇസ്രായേലിലെ പിന്തുടർച്ചക്കാര്, നമ്മൾ കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നവർ പോലും അബ്രഹാമിന്റെ മക്കളായിട്ട് ഉണ്ടായിരുന്നു. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടര് ആ കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. കൊരിന്ത്യ സഭയില് പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഇങ്ങനെ അവർ പറഞ്ഞായിരുന്നു, ഇസ്രായേലിൽ തന്നെ ഒരു ഗ്രൂപ്പ് പറയുന്നു, യേശു കർത്താവിനോട് പറയുന്നു, ഒരുവന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, മരിച്ചു പോയി, 7 സഹോദരന്മാർ പിന്നെ വിവാഹം കഴിച്ചു, പുനരുത്ഥാനത്തിൽ ആർക്ക് ഭാര്യയാവും എന്ന് ചോദിക്കുന്ന ആ കൂട്ടരും. അപ്പോൾ അങ്ങനെ യേശുവിനോട് ചോദിക്കാനുള്ള കാരണം, പുനരുത്ഥാനം ഇല്ല എന്ന് അവർ സമർത്ഥിക്കാൻ വേണ്ടിയാണ് യേശുവിനോട് അങ്ങനെ ചോദിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരാണ്, അല്ലെ അബ്രഹാമിന്റെ മക്കളാണ് എന്നതുകൊണ്ട് എല്ലാവരും ഇസ്രായേലർ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ താല്പര്യം. ഇന്ന് ഇപ്പൊ നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുന്ന അതിൽ തന്നെ 100 പേരുണ്ടെങ്കിൽ 100 പേരും വിശ്വാസികൾ എന്ന ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഒരു വിശ്വാസി എന്നുള്ള ആ കാറ്റഗറിയിൽ, ആ രീതിയിലേക്ക് എല്ലാവരും എത്തിപ്പെട്ടവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ മൊർദെഖായിയോട് എസ്തേർ പറയുന്നൊരു കാര്യം, നീ എല്ലാ യഹൂദന്മാരെയും കൂട്ടി വരുത്തിയിട്ട് 3 ദിവസം ഉപവസിക്കണം, എനിക്ക് വേണ്ടി ഉപവസിക്കണം, എസ്തേറിന് വേണ്ടി ഉപവസിക്കണം. എന്നിട്ട് എസ്തേർ പറയുന്നത്, ഞാനും എൻ്റെ ബാല്യക്കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും. ഇന്ന് നമ്മൾക്കൊക്കെ അറിയാം, പല ഉപവാസ നടത്തിപ്പുകാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അപ്പോൾ 3 ദിവസം വീട്ടിൽ ഉപവാസം വെക്കുന്നു, 7 ദിവസം വെക്കുന്നു, ഇങ്ങനെ പല വീടുകളിലും ഉപവാസം വെച്ചതായിട്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതില്, അല്ലെ നമ്മൾക്ക് അറിയാവുന്നത്, ഈ ഉപവാസം നടത്തിക്കാൻ വേണ്ടി വരുന്ന പാസ്റ്റർ എന്ന് പറയുന്ന ഉപവാസ നടത്തിപ്പുകാരിൽ പലരും അവർ ഉപവസിക്കാറില്ല. അവര് ഒരു വീട്ടിൽ ഉപവാസം വെക്കുമ്പോൾ ആ വീട്ടിലുള്ള സഹോദരിമാരൊക്കെ വളരെ പ്രയാസപ്പെട്ട് അവർക്ക് വേണ്ടതായ ഉന്നതമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും അവർ അധികമായി വ്യാപൃതരായിരിക്കുന്നത്. അപ്പോൾ ഈ ഉപവസിപ്പിക്കാൻ വേണ്ടി വരുന്ന പലരും ഉപവസിക്കാറില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പലരും അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്നാല് ഈ എസ്തേർ മൊർദെഖായിയോട് പറയുന്നത്, നിങ്ങൾ ഉപവസിച്ചോ എനിക്ക് വേണ്ടി എന്നല്ല, നേരെ മറിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കണം, അപ്പോൾ തന്നെ ഞാനും എൻ്റെ ബാല്യക്കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും. അതിന് മാറ്റമൊന്നുമില്ല. ഉപവാസം എന്ന് പറയുന്നത് കേവലം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്
എന്ന് നമുക്ക് അങ്ങനല്ല എന്ന് നമുക്കറിയാം. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ന് ഉപവസിക്കുന്ന, വളരെ ദുഃഖത്തോടു കൂടി ഉപവസിക്കുന്ന ആളുകൾ അവര് ചെയ്യുന്നൊരു കാര്യം, അവര് വസ്ത്രങ്ങളെ കീറുമായിരുന്നു. അപ്പോൾ അവര് അന്ന് വസ്ത്രങ്ങളെ കീറി, ഇന്ന് ദൈവത്തിന് പറയുന്നത് ഹൃദയങ്ങളെ തന്നെ നമ്മൾ കീറിയിട്ട് വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. അവര് അക്ഷരീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഉപവാസം ആയിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും രാജാക്കന്മാർ നിയമ ദാനിയേൽ പ്രവചനമൊക്കെ വായിക്കുമ്പം അവിടെ നമ്മൾ ഈ രാജാക്കന്മാരുടെ വരുത്തി വെച്ചിരിക്കുന്ന ഒരുപാട് നിയമങ്ങളും നിബന്ധനകളൊക്കെ അന്നത്തെ യഹൂദന് വിപരീതമായി വന്നതുകൊണ്ട് അവരും അങ്ങനെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭൗതികമായ അക്ഷരീയമായ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപവസിക്കുന്നതിനേക്കാൾ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ആത്മീയമായ പുഷ്ടിക്ക് വേണ്ടിയും ആത്മീയമായ കാര്യത്തിന് വേണ്ടിയും നമ്മൾ ഉപവസിക്കുന്നവരായിരിക്കണം. പുതിയ നിയമത്തില് ഉപവാസത്തെക്കുറിച്ച് ഉപവസിക്കണം, ഉപവസിച്ചേ പറ്റൂ എന്നുള്ള ഒരു പ്രബോധനമൊന്നും പുതിയ നിയമത്തിൽ അങ്ങ് വ്യക്തമായിട്ട് കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ് നമുക്ക് അറിയാം. അത് യേശുവിൻ്റെ അടുക്കൽ ഒരിക്കല് കർത്താവിന്റെ ശിഷ്യന്മാർ വന്നു, അവര് ഫോളോ ചെയ്യുന്നവർ വന്നിട്ട് പറഞ്ഞു, യോനാന്റെ ശിഷ്യന്മാര് ഉപവസിക്കുന്നുണ്ട് എന്നൊരു സൂചന പറഞ്ഞു. യേശു ആ കാര്യത്തെക്കുറിച്ച് അപ്പോൾ പറഞ്ഞ മറുപടി, ഈ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, മണവാളൻ കൂടെ ഉള്ളപ്പം തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല. മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അപ്പോൾ അവര് ഉപവസിക്കണം എന്നല്ല പറഞ്ഞത്, അപ്പോൾ അവർ ഉപവസിക്കും. എന്നുവെച്ചാൽ യാതൊരു പരപ്രേരണയുമില്ലാതെ, ആരും നിർബന്ധിക്കാതെ, ആരും പറയാതെ മണവാളൻ വിട്ടുപിരിയുന്ന കാലം വരുമ്പം അവര് ഉപവസിച്ചോളും എന്ന് ഒരു കാര്യം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് നമുക്ക് ഈ തരുണത്തിൽ നമുക്ക് അറിയാം, ഓർക്കാം. അപ്പോൾ നമ്മുടെ ഉപവാസങ്ങൾ എന്ന് പറയുന്നത് അത് വേറെ ആരുടെയും പ്രേരണ കൊണ്ട് നടക്കേണ്ട കാര്യമല്ല, അല്ലെ ഭൗതികമായ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള കാര്യമല്ല. നേരെ മറിച്ച് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചെയ്യണം എന്ന് വേറൊരാൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, ഇത് ഉപവസിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവരെ പ്രസിദ്ധപ്പെടുത്തി അറിയിക്കാതെ സ്വയമായിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ മൊർദെഖായിയോട് എസ്തേർ പറഞ്ഞു വിട്ട ഒരു കാര്യം ഇതാണ്. എസ്തേറിന്റെ ഒരു കൽപ്പനയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എസ്തേർ പറഞ്ഞു, ഞാനും എൻ്റെ ബാല്യകാലത്തിലും 3 ദിവസം ഉപവസിക്കും, നിങ്ങളും അങ്ങനെ ചെയ്യണം. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, എന്നെ രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ വിളി ഇല്ലാതെ രാജാവിന്റെ സന്നിധിയിൽ ആരെങ്കിലും ചെന്നാൽ രാജാവിന് അത് അനിഷ്ടമായി തോന്നിയാൽ അവർക്ക് പിന്നെ ജീവനോടെ ഇരിക്കാൻ അനുവാദമില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മൊർദെഖായി പറഞ്ഞു 30 ദിവസത്തേക്ക് മൊർദെഖായിയോട് എസ്തേർ പറയുന്ന കാര്യം, 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ചെല്ലാനുള്ള ഒരു വിളി എനിക്കില്ല, എന്നോട് രാജസന്നിധിയിൽ ചെല്ലാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എനിക്ക് വേണ്ടി ഉപവസിച്ചതിന് ശേഷം, ഞാനും എൻ്റെ ബാല്യകാലത്തിലും ഉപവസിച്ചതിന് ശേഷം നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്നാണ് എസ്തേർ മൊർദെഖായിയോട് പറഞ്ഞു വിട്ട മറുപടി. അപ്പോ നിയമപ്രകാരം അല്ല എങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് ചെല്ലും. അന്ന് രാജാവിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ നിയമങ്ങളുണ്ടായിരുന്നു, ആ നിബന്ധനകളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുന്നതിനുള്ള നിബന്ധന എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെ ആർക്കും ഏത് സമയത്തും ആ പ്രമാണപ്രകാരം പിതാവിന്റെ അടുത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന്റെ മക്കളായ എല്ലാവർക്കും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്കൂള് വിട്ട് അവന്റെ വീട്ടിലേക്ക് ഓടിക്കേറി വരുന്നത് പോലെ വളരെ ധൈര്യത്തോടെ
പിതാവിന്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം കടന്നു ചെല്ലാനുള്ള ഒരു പുതിയ വഴി യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ പ്രതിഷ്ഠിച്ചു ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട്, തുറന്നിരിക്കുന്നതുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ വഴിയിലൂടെ ദൈവമക്കളായിരിക്കുന്ന ആർക്കും ഏത് സമയത്തും പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാനുള്ള അവകാശവും അധികാരവും ദൈവം സകല മക്കൾക്കും, എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലാനുള്ള അവകാശമുണ്ട്. ഈ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, എസ്തേർ കൽപ്പിച്ചതുപോലെ എല്ലാം മൊർദെഖായി ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത് 4:17. അപ്പോൾ എസ്തേർ എന്താണോ മൊർദെഖായോട് പറഞ്ഞത്, അല്ലെ അതൊരു കൽപ്പന എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എസ്തേർ മൊർദെഖായോട് പറഞ്ഞ സകല കാര്യങ്ങളും മൊർദെഖായി അങ്ങനെ തന്നെ ചെയ്തു. ഒന്നാമത് യഹൂദന്മാരെ എല്ലാം കൂട്ടിവരുത്തി. അങ്ങനെ കൂട്ടിവരുത്തുന്നത് എസ്തേർ പറഞ്ഞാൽ യഹൂദന്മാരെ എല്ലാം കൂട്ടിവരുത്തിട്ട് രാത്രിയും പകലും, രാവും പകലും അവർ ഒരു ഭക്ഷണം കഴിക്കാതെ എസ്തേറിന് വേണ്ടി ഉപവസിച്ചു. അതിന് കാരണം എസ്തേർ രാജസന്നിധിയിൽ ചെല്ലണം. രാജസന്നിധിയിൽ ചെല്ലുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി, തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടണം. അതാണ് തങ്ങളുടെ ഉപവാസത്തിന്റെ എസ്തേറിനെ കുറിച്ചുള്ള താല്പര്യം. ആ താല്പര്യം നിറവേറ്റാൻ വേണ്ടി അവർ ഉപവസിച്ചു. എസ്തേർ അങ്ങനെ രാജസന്നിധിയിൽ ചെല്ലുവാണ്. നമ്മൾ പുതിയ നിയമത്തില് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പല രേഖപ്പെടുത്തലും ഉണ്ടല്ല. ഒരു രേഖപ്പെടുത്തൽ ഈ സ്ഥലത്ത് നമുക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ധരിക്കുന്നു. നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി കാണുന്നു, പത്രോസ് കാരാഗ്രഹത്തിലായി. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ രാജാവ് പിടിച്ച ഇടാനുള്ള കാരണം യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് തോന്നിയത് കൊണ്ട് രാജാവ് പത്രോസിനെ പിടിച്ചു കൊല്ലാൻ വേണ്ടി, ശിരച്ഛേദനം ചെയ്ത് കൊല്ലാൻ വേണ്ടി കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച വിഷയം അത് ഈ പത്രോസിന്റെ വിടുതൽ ആയിരിക്കാൻ സാധ്യതയില്ല. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണം എന്നതായിരിക്കത്തില്ല പത്രോസിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി എന്നവർ രേഖപ്പെടുത്തിയിട്ടില്ല. പത്രോസിന്റെ വിടുതലിന് വേണ്ടി, പത്രോസിനെ ആ കാരാഗ്രഹത്തെ രക്ഷിക്കണം എന്നുള്ളതിന് വേണ്ടി ആയിരിക്കത്തില്ല ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം. കാരണം, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവിടെ കാണുന്നു, പത്രോസിനെ ദൈവം കാരാഗ്രഹത്തിൽ വിടുവിച്ചിട്ട് പത്രോസ് ഈ സഹോദരന്മാര് കൂടി പ്രാർത്ഥിക്കുന്ന ആ വീട്ടിന്റെ വാതിൽക്കൽ ചെന്ന് വാതിലടച്ചിരിക്കുന്നു. ഡോറിൽ നോക്ക് ചെയ്ത് മുട്ടി. തിരോധ എന്ന് പറയുന്ന ബാല്യക്കാരത്തി ഓടി വന്നു കഥ തുറന്നിട്ട് സന്തോഷം കൊണ്ട് അവൾ ഓടി ഉള്ളിലേക്ക് പോയിട്ട് പത്രോസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരന്മാരുടെ പ്രതികരണം ഇങ്ങനായിരുന്നു. സ്വാഭാവികമായിട്ടും പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അവർ പറയേണ്ടത്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, അത്ഭുതകരമായി ദൈവം പത്രോസിനെ കാരാഗ്രഹത്തിൽ വിടുവിച്ചു എന്നായിരിക്കേണ്ടിയിരുന്നു അവരുടെ പ്രതികരണം. എന്നാൽ അവർ അങ്ങനെ അല്ല പ്രതികരിച്ചത്. അവർ പ്രതികരിച്ചത് ഇവളോട് പറയുന്നത്, നിനക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറഞ്ഞത്. നിനക്ക് ഭ്രാന്തുണ്ട്, കാരണം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്നിട്ട് അവർ പറയുന്നത് ചിലപ്പോൾ പത്രോസിന്റെ ദൂതനായിരിക്കാം. അല്ല, പത്രോസിന് കാരാഗ്രഹത്തിൽ വിടുവിക്കപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് പത്രോസ് വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. അത് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളാണെന്ന് നാം ചിന്തിക്കണം. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസികളെ പോലുള്ളവരല്ല. കാരണം അവർക്ക് വളരെ കൃത്യമായിട്ടും അവരുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് കിട്ടും എന്ന് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വളരെ ഉത്തമമായ വിശ്വാസവും ബോധ്യമുള്ളവർ തന്നെയാണ്. അവരാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ഉള്ള രീതിയിൽ പത്രോസിനെ നിനക്ക് ഭ്രാന്തുണ്ട്, അത് പത്രോസിന് ദൂതനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവർ പ്രാർത്ഥിച്ചത് പത്രോസിന്റെ വിടുതലിന് വേണ്ടി ആയിരിക്കത്തില്ല, സാധ്യതയില്ല. എന്നാൽ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവിടെ മൊർദെഖായിയും യഹൂദന്മാരും വളരെ താല്പര്യത്തോടെ ഉപവസിക്കണം എന്ന് എസ്തേർ പറഞ്ഞത്
പക്ഷേ എസ്തേറിന് വേണ്ടിയാണ്. എസ്തേറിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടി? എസ്തേർ രാജസന്നിധി ചെല്ലുമ്പോൾ എല്ലാ യഹൂദന്മാർക്കും അനുകൂലമായ ഒരു സാഹചര്യം കൊണ്ട് സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി എല്ലാ യഹൂദന്മാരും പ്രാർത്ഥിക്കണം. യഹൂദൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, യഹൂദൻ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് അല്ലെങ്കിൽ അബ്രഹാമിൽ ജനിച്ചവര് ആകുന്നത് കൊണ്ട് എല്ലാവരും യഹൂദന്മാരാകണം എന്ന് വരുന്നില്ല. അങ്ങനെ ആകണമെങ്കിൽ അബ്രഹാമിന്റെ മക്കള് സന്തതി ആകണമെങ്കിൽ ഇസ്മായിലും സന്തതിയായി വന്നേനെ. ഇതങ്ങനല്ല. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 3 ദിവസത്തിന് ശേഷം എസ്തേർ രാജാവിന്റെ സന്നിധി ചെല്ലുവാണ്. അവിടെ ഒരു പ്രമാണം ഉള്ളത്, രാജസന്നിധിയിൽ ചെല്ലുമ്പോൾ രാജാവ് വിളിക്കാത്ത ആരെങ്കിലും രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ രാജാവിന്റെ കയ്യിലുള്ള പൊൻ ചെങ്കോല് അവരുടെ നേരെ നീട്ടിയില്ല എങ്കിൽ അവര് കൊല്ലപ്പെടാനിടയാകും. അതല്ല, രാജാവിന്റെ കയ്യിലുള്ള പൊൻ ചെങ്കോല് ഈ ചെല്ലുന്നവരുടെ നേരെ നീട്ടുവാണെങ്കിൽ അവര് രാജാവിനാൽ അംഗീകരിക്കപ്പെട്ടു, അല്ലെ രാജാവിനാൽ അവര് അനുകൂലമായി ചിന്ത രാജാവിന്റെ ഹൃദയത്തിലുണ്ടായി എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഈ എസ്തേർ രാജാവിന് മുമ്പിൽ ചെന്നപ്പോ രാജാവിന്റെ കയ്യിലുള്ള പൊൻ ചെങ്കോൽ രാജാവ് തന്റെ നേരെ നീട്ടി. എന്നിട്ട് ഈ എസ്തേറിനെ രാജാവിന് തന്റെ മുമ്പിൽ വിളിക്കുന്നു. രാജാവ് ചോദിക്കുന്നു, നിന്റെ ആഗ്രഹം എന്താണ്? അത് രാജ്യത്തിന്റെ പകുതിയാണെങ്കിൽ നിനക്ക് കിട്ടും. അങ്ങനെ രാജാവിനോട് എസ്തേർ പറഞ്ഞൊരു കാര്യം രാജ്യത്തിന്റെ പകുതി വേണം എന്നൊന്നുമല്ല പറഞ്ഞത്. വളരെ, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ വളരെ ലളിതമായ ഒരു കാര്യം മാത്രമാണ് എസ്തേർ രാജാവിനോട് പറയുന്നത്. രാജാവിന് പറയുന്നത്, രാജാവിന് തിരുമനസ്സുണ്ടെങ്കിൽ, രാജാവിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, തിരുവുള്ളത്തിന് എന്നിൽ പ്രസാദമുണ്ടെങ്കിൽ ഒരു കാര്യം രാജാവ് ചെയ്യണം. നാളെ ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്. ആ വിരുന്നിന് രാജാവ് വരണം. രാജാവ് വരുമ്പോൾ രാജാവിന്റെ വളരെ അടുത്ത ആളായിരിക്കുന്ന ഹാമാനെയും കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ ഈ ഹാമാൻ എസ്തേർ ഒരുക്കിയ വിരുന്നിന് രാജാവ് ചെല്ലണം എന്നുള്ളത് മാത്രമാണ് ഈ എസ്തേറിന്റെ താല്പര്യം. അത് വളരെ ലളിതമായ ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ഉത്തമഗീതം വായിക്കുമ്പോൾ ഉത്തമഗീത 7-ാം അധ്യായത്തിൽ ശൂലേമി പറയുന്നൊരു കാര്യമുണ്ട്. ആ പ്രിയന് വേണ്ടി അവൾ ചെയ്തിരിക്കുന്ന കാര്യം, ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി പഴയതും പുതിയതും ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഈ പഴയതും പുതിയതുമായ കാര്യങ്ങൾ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ശൂലേംകാരിയുടെ താല്പര്യം അത് ഒരു വിരുന്നായിട്ട് അവന് കഴിക്കണം എന്നുള്ളതാണ്. പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്ന ശൂലേംകാരി അതൊരു വിരുന്ന് പോലെ തൻ്റെ പ്രിയന് വേണ്ടി കഴിക്കാൻ താല്പര്യം. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 10, 11, 12, 13 വാക്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താല്പര്യമാണ് എസ്തേറിനും ഉണ്ടായത്. തൻ്റെ വിരുന്നിന്, താൻ ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്, ആ വിരുന്നിന് രാജാവ് വരണം. ആ വിരുന്നാണ് രാജാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, മറ്റൊന്നുമല്ല. രാജാവ് വേറൊന്നും ചെയ്യേണ്ട, എൻ്റെ വിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി വരണം. അപ്പൊ അങ്ങനെ രാജാവ് വിരുന്ന് ആസ്വദിക്കാൻ ചെന്നു. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, പിന്നെ എന്താണ് നിന്റെ ആഗ്രഹം എന്താണ്? ഉടനെ ഈ എസ്തേർ പറയുന്നത്, നാളെയും ഞാൻ ഒരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, അതിനും രാജാവ് വരണം, ആ വിരുന്നിൽ വരണം. ആ വിരുന്നിൽ വെച്ച് എന്താണ് എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യമെന്ന് ഞാൻ രാജാവ് പറഞ്ഞ പോലെ തന്നെ അറിയിക്കുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസവും ഒരു വിരുന്നിന് വേണ്ടി ക്ഷണം രാജാവിന് നേരെ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രാജാവിന് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്ന എസ്തേറിനെയാണ് നമ്മൾ കാണുന്നത്. ഈ വിരുന്നെന്ന് പറയുന്നത്, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിക്കുന്നത് എന്താണ്? അല്ല, നമ്മുടെ ഹൃദയത്തിൽ
കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് ഏത് വിധത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഏക ചിന്ത എന്ന് പറയുന്നത്. അത് അന്ന് അത് പ്രകടിപ്പിച്ചിരുന്നത് രാജാവിന് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിട്ടാണ്. ഇന്ന് അക്ഷരീയമായ ഒരു വിരുന്നല്ല ഒരുക്കുന്നത്, നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെ നമ്മുടെ കാന്തനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിന് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നതാണ് ഇന്ന് ദൈവത്തിന് പ്രസാദമുള്ള, അല്ലെങ്കിൽ ആ അഗശ്വരേശ്വരനെ പ്രസാദിപ്പിച്ച പോലെ പ്രസാദമുള്ള കാര്യമെന്ന് നമുക്ക് ദൈവജനത്തിന്റെ പഠനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ രാജാവിന്റെ രണ്ടാമത്തെ ദിവസത്തെ വിരുന്നിൽ ഈ എസ്തേർ രാജാവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി, അല്ലെ തങ്ങളുടെ ജാതിക്ക് വേണ്ടി ഈ ഹാമാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമം, ആ നിയമം ഇവരെ മുടിച്ചു കളയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ നിയമത്തിന് ഭേദഗതി വരുത്തണം, അതിൽ നിന്ന് ഇവരെ രക്ഷിക്കണം എന്നുള്ളതാണ് ഈ എസ്തേറിന്റെ താല്പര്യം. എന്നാൽ ഹാമാൻ ആകട്ടെ ഈ മൊർദെഖായിയെ തൂക്കി കൊന്നുകളയാൻ വേണ്ടി 50 മുഴമുള്ള ഒരു കഴുമരം ഇതിനോടകം തന്നെ റെഡിയാക്കി കഴിഞ്ഞു. 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഹാമാന്റെ വീട്ടിൽ ഈ മൊർദെഖായിക്ക് വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഹാമാൻ മൊർദെഖായി രാജാവിന് വേണ്ടി ചെയ്ത ഒരു കാര്യം, രാജാവിന് ഒരു ദിവസം ഉറക്കം വരാതിരുന്നപ്പോൾ രാജാവിന്റെ ബയോഗ്രാഫി എഴുതിയ പുസ്തകത്തിൽ നിന്ന് രാജാവ് വായിച്ചിട്ട് രാജാവ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തിരുന്നു. എന്നാൽ ആ പ്രവൃത്തി ചെയ്ത മനുഷ്യന് പ്രതിഫലമായി യാതൊന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം രാജാവിന് അതിൽ നിന്ന് ആ ഡയറി കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ രാജാവ് ചോദിക്കുന്നു, ഈ മനുഷ്യന് ഒന്നും ചെയ്തിട്ടില്ല. മൊർദെഖായി ഈ അഹശ്വേരോശ് രാജാവിന് എതിരായിട്ട് രാജാവിനെ വധിക്കുന്നതിന് വേണ്ടി രാജാവിന്റെ 2 കാവൽക്കാര് ഒരിക്കൽ കൂട്ടുകെട്ടുണ്ടാക്കി ഈ സംഭവം എസ്തേർ മുഖാന്തരം രാജാവിനെ അറിയിച്ചിരുന്നു. രാജാവ് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് ഗ്രഹിച്ചത് കൊണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അഹശ്വേരോശ് രാജാവ് ഈ 2 പേരെയും കൊന്നുകളഞ്ഞു. എന്നാൽ ഈ കാര്യം രാജാവിന്റെ സന്നിധിയിൽ ബോധിപ്പിച്ച എസ്തേർ മുഖാന്തരം ഈ മൊർദെഖായി ആണ് ചെയ്തതെന്ന് എസ്തേർ രാജാവിനെ ബോധിപ്പിച്ചിരുന്നു. അതിന് യാതൊരു പ്രതിഫലവും രാജാവ് കൊടുത്തായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് രാജാവ് അതിനുവേണ്ടി പ്രതിഫലം കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നമ്മള് തിമോഥെയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഭാഗം കാണാം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തെളിയുന്നു, ചിലരുടേതോ ക്രമേണയത്ര, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ എന്നൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം, ഇത് പറഞ്ഞിരിക്കുന്നത് ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തെളിയുന്നു. വിസ്താരം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനത്തിന്റെ മുൻപിലുള്ള ന്യായ വിസ്താരത്തെയാണ് അവിടെ കുറിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തെളിയുന്നു, ചിലരുടേതോ ക്രമേണയത്ര, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ. ഇപ്പൊ ചിലർ ചെയ്യുന്ന പാപങ്ങള് വിസ്താരത്തിന് മുമ്പേ തെളിയത്തില്ല, അവർക്ക് ബോധ്യം വരത്തില്ല. തങ്ങൾ പാപം ചെയ്തുവെന്ന് ഈ ന്യായവിസ്താരത്തിന് മുൻപ് അവർക്ക് ബോധ്യം വരത്തില്ല. ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവരുടെ പാപങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യം വരുന്നത്, ഓർമ്മ വരുന്നത്. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ എഴുതി. ചിലരുടെ സൽപ്രവൃത്തികളെ കുറിച്ച് അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തൊന്നും അവർ ചെയ്ത സൽപ്രവൃത്തികൾക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അവർ ഓർക്കുന്നില്ല.
നേരെ മറിച്ച് ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്ന നാളെല്ലാം തങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് ഓർമ്മ വരികയും ആ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുകയും അതിൽ നിന്ന് തിരികെയും ചെയ്താൽ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. അപ്പോ നമ്മളുടെ താല്പര്യം നമ്മുടെ പാപങ്ങളായാലും സൽപ്രവൃത്തികളായാലും വിസ്താരത്തിന് മുൻപേ തെളിയണോ, വിസ്താരത്തിൽ തെളിഞ്ഞാൽ മതിയോ? നമ്മുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപും നമ്മുടെ സൽപ്രവൃത്തികൾ വിസ്താരത്തിലും തെളിയുന്നതാണ് ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത്. കാരണം വിസ്താരത്തിന് മുൻപേ, വിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുൻപേ നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സമയം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുവാണെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്. എന്നാൽ ന്യായവിസ്താരത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോഴാണ് ഇത് ബോധ്യം വരുന്നതെങ്കിൽ നമുക്ക് ആ കുറ്റത്തിന് ശിക്ഷ ഏൽക്കല്ലാതെ വേറെ യാതൊരു പോംവഴിയില്ല. നേരെ മറിച്ച് സൽപ്രവൃത്തികളാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇടം കൈ ചെയ്ത് വലം കൈ അറിയരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ നന്മ കൊടുക്കുകയോ ഒരു പാവപ്പെട്ടവന് ഭിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ മുമ്പിൽ കാകളകൂതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അങ്ങനെ പ്രതിഫലം കിട്ടിപ്പോയ ഒരാൾക്ക് ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തെളിയാനില്ല, സൽപ്രവൃത്തികളായിട്ടൊന്നും തെളിയാനില്ല. എന്നാൽ ഇതൊന്നും ഇവിടെ കിട്ടാതെ, ഇടം കൈ ചെയ്യുന്ന എന്തെന്ന് വലം കൈ അറിയാതെ, എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അറിയാതെ കുഴലൂതുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്യാതെ രഹസ്യമായിട്ട് ആ കാര്യം ചെയ്യുന്നവർക്ക് ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കാര്യം വെളിവാകുകയും അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതെപ്പം തെളിയണം എന്നുള്ളത് നമ്മുടെ ചോയ്സ്. ഈ സൽപ്രവൃത്തികൾ എപ്പോഴാണ് തെളിയേണ്ടത് എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ചിന്തയായിരിക്കും. എനിക്കിപ്പം ഒരു പ്രതിഫലവും വേണ്ട, നേരെ മറിച്ച് കർത്താവിന്റെ ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അന്ന് എനിക്ക് ഈ സൽപ്രവൃത്തിയുടെ പ്രതിഫലം കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ചിന്തയെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ചെയ്ത സകല പ്രവൃത്തി, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, പ്രവാചകൻ എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന്റെ പോലും പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല എന്ന് യേശു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും ന്യായവിസ്താര സഭയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് വളരെ അനുഗ്രഹമായ പ്രതിഫലത്തിന് ഇടയായി തീരും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേയും സൽപ്രവൃത്തികൾ വിസ്താരത്തിനും തെളിയത്തക്ക വിധത്തിൽ നമ്മൾ ഹൃദയങ്ങളെ രൂപപ്പെടുത്താൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷേ അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.